ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്ലാസ് ഡി 2.1 ആംപ്ലിഫയർ ആണ് പരിചയപ്പെടുന്നത്. ഇത് ബ്ലൂ ഡിസ്പ്ലേ ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാറ്റ് ബ്ലാക്കിലും ഗ്ലോസി ബ്ലാക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ വളരെ സൈസും കുറവാണ്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ സൈസ് കുറവാണ്. ഒരു 17 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത്. 17-18 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആകെ 5.5 ആ ഒരു ഹൈറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ഡി 2.1 ആംപ്ലിഫയർ ആണിത്. കരോക്കെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണിത്. ഇതിൽ SMPS ആണ് നമ്മൾ പവർ സപ്ലൈക്ക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു USB പാനൽ, സബ്വൂഫർ ഫിൽറ്റർ, പിന്നെ 2 ചാനൽ ബോർഡ്, എല്ലാം ക്ലാസ് ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റും വളരെയധികം കുറവാണ്. ഒരു കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 2.1 സിസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലുള്ള കണക്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സബ് വൂഫറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു കണക്ടർ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു 3 പിൻ പവർ കോഡും നമ്മുടെ കണക്ടറുകളും കൂളിംഗ് ഫാനിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. ഉള്ളിലാണെങ്കിൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകളും ഒരു പവർ സപ്ലൈ, നമ്മുടെ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ, ഇതൊക്കെയാണ് ഉള്ളിൽ വരുന്നത്. ഫ്രണ്ട് സൈഡ് വളരെ നീറ്റായിട്ട് നിങ്ങൾക്കൊരു വീട്ടിലേക്ക് ഒതുങ്ങി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഫ്രണ്ട് സൈഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിമോട്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ്. സബ് ഒഴിച്ച് ബാക്കിയെല്ലാം റിമോട്ടിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഈ മോഡ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മൈക്കിൻ്റെ ഫംഗ്ഷൻ ഓണാവും. അപ്പോൾ മൈക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ 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 മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക്, ഹലോ 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 മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക്, ഹലോ 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 മൈക്ക് ചെക്ക്. മൈക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഒരു 4 ഇഞ്ചും 6 ഇഞ്ചും വരുന്ന ഈ സ്പീക്കറുകളിലാണ് ഇപ്പോൾ ഈ മൈക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് തരുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സബ് വൂഫർ എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ സാംകോണിൻ്റെ സബ് വൂഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് ഇതിലേക്ക് പെയർ ചെയ്തിട്ട് ഞാൻ ഈ പാട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഇതിലൊരു പെർഫോമൻസ്, അതായത് 8 ഇഞ്ച് സബ് വൂഫറും 6 ഇഞ്ചിൻ്റെ 2 വൂഫർ സ്പീക്കറും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം 40-40 നമുക്ക് സൈഡ് ചാനലും 60 വാട്ട് സബ് വൂഫറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കരോക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കരോക്കെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ ഹലോ മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക്, ഹലോ ഹലോ ഹലോ. നീ കവിതയിലോ കനവുകളോ കയൽവിഴിയേ നികഴ്വതുവോ കടന്നതുവോ பதில் மொழியே உன்னோடு நெஞ்சம் உறவாடும் வேலை தண்ணீர் கமலம் தானா முகம் காட்டு நீ முழுவென் பனி ஓடாதே நீ ஏயல்லையே இதழோரமா சிறு புன்னகை நீ காட்டடி ஏ முல்லையே.
കരോക്കയും അടിപൊളിയായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഒരു കരോക്കെ പ്രാക്ടീസിന് ഇല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് എൻജോയ് ചെയ്യണം, നല്ല സ്മൂത്തായിട്ടുള്ള പാട്ട് എൻജോയ് ചെയ്യണം. ഇപ്പോൾ ആമ്പ് സൈലൻ്റ് ആണ്, അതായത് നമ്മൾ ക്ലാസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, സൈലൻ്റ് ആണ്. ആമ്പ് വർക്ക് ചെയ്യാത്ത സമയത്ത് യാതൊരുവിധ നോയ്സും നമ്മുടെ സ്പീക്കറിൽ നിന്ന് കേൾക്കില്ല. അപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. നല്ലൊരു പെർഫോമൻസിൽ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആമ്പ് സെലക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ ബഡ്ജറ്റും വളരെ കുറവാണ്. നമ്മളൊരു 2.1 സിസ്റ്റം, അതും റിമോട്ട് തന്നെ നമുക്ക് ബാസ്, ട്രിബിൾ, എക്കോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സബ്വൂഫറിന് സെപ്പറേറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റിമോട്ട് ഫംഗ്ഷനും കൂടിയുള്ള നല്ലൊരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു റിമോട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻ വെച്ചിട്ട് ഈ ഒരു റേറ്റിൽ ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആമ്പ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.